1.5 കിലോ പോലും തികച്ചില്ലെങ്കിലും 150 കിലോയുടെ കഴപ്പുമായി നടക്കുന്ന ദിവനാണ് ചച്ചു. ഇവനെ ഗർഭിണിയായിരിക്കുമ്പോൾ ഇവന്റെ അമ്മ സുധ ഇൻസ്റ്റഗ്രാമിലെ ഓറഞ്ച് കാറ്റിന്റെ വീഡിയോ ഒരുപാട് കണ്ടതുകൊണ്ടായിരിക്കാം ജനിച്ചത് ഒരു ഭീകരൻ ഓറഞ്ച് കാറ്റ് ആയിരുന്നു. ഇന്ന് നമുക്ക് അവന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. ബാക്കി അവൻ തന്നെ പറയട്ടെ. ഹലോ ഗൈസ്, ഞാൻ ചച്ചു. ഈ വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നത് ഞാനാണ് ഗൈസ്. ഞാൻ എന്നും ഇവിടുത്തെ അപ്പന്റെ കട്ടിലാണ് കിടക്കാറ്. എന്തോ ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നടക്കാറില്ല. പിന്നെ മിറ്റത്ത് നോക്കി ഇത് ഇങ്ങനെ ഇരിക്കും. സാധാരണ പുഷ്കരം പെട്ടി ഈ നേരത്തെ ഇടേണ്ടതാണല്ലോ. ഇന്നൊരു തെണ്ടിയും കാണുന്നില്ല. അതേ വരുന്നത്. ഡാടാടാ വീട്ടിൽ പോടാ, എന്റെ ടെറിട്ടറി എന്നാണ് കേറി ആരിച്ചു നിന്നെ. അറിഞ്ഞൂടെ നിനക്കെന്നെ. വല്ലാത്ത വിശപ്പ്. അടുക്കളയിൽ പോയി അമ്മച്ചിയോട് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. അമ്മച്ചി സ്നേഹമുള്ളതാ. നൈറ്റി പിടിച്ചിങ്ങനെ തൂങ്ങിയാ എന്തേലും കഴിക്കാൻ തരും. അല്ലെങ്കിൽ ഞാൻ കറുച്ചട്ടി പോയി തലയിടും. വെറും ചെറ്റയാ ഞാൻ. അമ്മച്ചിയെ സോപ്പിടാൻ എളുപ്പമാ. ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോ പാപ്പ കൊണ്ടാൻ കൈവിട്ടെന്നും പറഞ്ഞ് ഡാൻസ് കളിച്ചാൽ കാണിച്ചാൽ മതി. അമ്മച്ചി ഫ്ലാറ്റ്. തിന്നവൊക്കെ ഒന്ന് ദഹിക്കാൻ ഒരു 2 റൗണ്ട് ഓടിയാലോ. ഇന്ന് ഇത്രയും മതി. ബാക്കി വൈകിട്ട് പുതിയ സ്കിൽസ് എന്തെങ്കിലും അൺലോക്ക് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഈ മരം കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് കയറി നോക്കാം. സോ സിമ്പിൾ. കുടുങ്ങിയല്ലോ നാഥാ. ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോയിൽ കേരളം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് ഇറങ്ങാൻ അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഒന്നും ഇറക്കി തറാ. അപ്പോഴേക്ക് ചേട്ടായി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പണ്ടാലോടങ്ങി ചത്തുപോയനെ പുല്ല്. ഇത് ഈ വീട്ടിലെ മൂത്ത ചേട്ടായി, ഗൾഫുകാരനാ. ചേട്ടായി വന്നു കഴിഞ്ഞാൽ എനിക്കും സന്തോഷമാണ്. ഇതുപോലെ പൂച്ചസിപ്പൊക്കെ കൊണ്ടുവന്ന് തരും. ലഞ്ച് ടൈം ആയിട്ടില്ല, എന്നാലും നമ്മളിതിന്റെ ആളാണ്. എന്നെ എങ്ങനെ സ്നേഹിക്കലടാ പൊന്നെ. ഇനി വേറൊരുത്തരുണ്ട് ഈ വീട്ടിലെ ഇളയ സന്തതി ശല്യം. എന്റെ ട്രെയിനറാണെന്ന് അവന്റെ വിചാരം. എടാ ഞാൻ പട്ടിയടാ, പൂച്ചയടാ, പൂച്ച സാറോ, കടിക്കോടാ, പിച്ചോടാ, മാന്തോടാ നിന്നെ. ഒരു ദിവസം ഇവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എനിക്ക് ചോറ് തരുന്നത് വെറുതെയാ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കുന്ന തെണ്ടി ഇന്നലെ എന്നോട് പറയുക പോയൊരു എലിയെ പിടിച്ചോണ്ട് വരാൻ. ആരാണ് എലി, എന്താണ് എലി കേട്ടിട്ടുള്ളതല്ലാതെ ജനിച്ച് 3 മാസത്തിനിടയ്ക്ക് ഞാനൊരു എലിയെ കണ്ടിട്ടില്ല. വീട് തന്നെ പാവലട ഞാൻ. മണ്ടൻ വിശ്വസിച്ച്. അയ്യോ പച്ചപടി. ഇതെന്റെ പേടി സ്വപ്നമാണ് ഗൈസ്. ഇത്രയും വിശാലമായ വീടുണ്ടായിട്ട് ഇവൻ എന്നോട് പറയുക പുറത്തുപോയി മുള്ളാൻ. നമ്മള് വിടുവോ? ഇന്നലെയും സാധിച്ചത് ഇവന്റെ കട്ടിലടിയില്ല. അതിന് ഈ ക്ലാപ്പൻ ഈ വടിയെടുത്തിട്ട് വരവെന്നെ പൊന്ന് ഗൈസേ. ഉയരം കൊണ്ട് പണിതുകൊണ്ട് ഈ ഡെയിമേലെ നിങ്ങൾക്ക് കാണാൻ പറ്റി. ഹായ്, ലഞ്ച് ടൈം ആയ. ഇന്നും ലഞ്ചിന് മത്തിയാനാണോ? ദാരിദ്ര്യം. ഡിന്നറിന് മിയോ കിട്ടുന്ന സ്വപ്നം ഞാൻ കഴിക്കാം. ലഞ്ച് കഴിഞ്ഞാൽ ഇത്രയും വിശ്രമം അത് നിർബന്ധമാ. കുറച്ചു നേരം ടി വി ഇങ്ങനത്തെ ഒരു മയക്കം. ഉച്ച കഴിഞ്ഞാൽ ഇപ്പോ നാട്ടിൽ വൻ മഴയല്ലേ. മഴയും കണ്ട് ഊനാര് വടി സ്വല്പം ഒന്നും മയങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ചേട്ടായുടെ ഭാര്യ വന്നു. അല്ലേലും പെമ്പിള്ളാരനെ കൊഞ്ചിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമാ. പക്ഷെ ഇവളുടെ ജാട കണ്ടിട്ട് എനിക്ക് തന്നെ ഡൗട്ടായി. ഞാനാണോ ഇവളാണോ പൂച്ചയെന്ന്. എരി ജാട മാറ്റി എന്നെ എടുത്തുനിന്ന് കൊഞ്ചിക്കടി. ഞാൻ പൂച്ചയാടി. വൈകിട്ട് ചായയും കുടിച്ച് റീലും കണ്ട് അപ്പന്റെ കൂടെ ചർച്ചയും ചെയ്ത് ഒരു ഇരുത്തം. അത് കഴിഞ്ഞ് അപ്പന്റെ കൂടെ കുറച്ചു നേരം ഫുട്ബോൾ കളിച്ചപ്പോഴേക്കും തളർന്നടാ. അപ്പോഴേക്കും അമ്മച്ചി വന്നു, മിയോ തന്നു, ഞാൻ തിന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ഞാൻ പോയി കട്ടിൽ എരിമുള്ളട്ടെ. നിങ്ങളും പൊക്കോ. ടാറ്റ ബൈ.